ഹയർ സെക്കൻഡറി ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 2 റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്ത് വിദ്യയും നഗരജീവിതവും. ഇതിൽ നമ്മൾ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരമാണ് പഠിക്കുന്നത്. മെസ്സപ്പൊട്ടോമിയയിലെ എഴുത്ത് വിദ്യയും സിറ്റി ലൈഫുമാണ് പഠിക്കുന്നത്. മെസ്സപ്പൊട്ടോമിയ നമ്മൾ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ 2 റിവേഴ്സ് എന്ന്, യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം. ഇറാഖിൻ്റെ ഭാഗമാണെന്നോ ഇറാഖിൻ്റെ പഴയ പേരാണെന്നോ പറഞ്ഞു. മെസ്സോ പൊട്ടാമിയ 2 വാക്ക്. മെസ്സോ മിഡിൽ, മധ്യം. പൊട്ടാമിയ പൊട്ടാമസ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അവ 2 നദികൾ മധ്യത്തിലുള്ള സ്ഥലം. മെസ്സോ നമ്മൾ മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. പിന്നെ മെഡിറ്ററേനിയൻ സീക്ക് ആ പേര് വന്നത് ലോകത്തിൻ്റെ മധ്യത്തിലാണ് ഈ നഗരം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ മെസ്സോ എന്നും പൊട്ടാമസ് എന്നും പറയുന്ന 2 വാക്കിൽ നിന്ന് മെസ്സൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കുണ്ടായി നമ്മൾ പറഞ്ഞു. അപ്പോൾ നദീതട സംസ്കാരങ്ങളാണ്. നമ്മൾ ഒരുപാട് നദീതട സംസ്കാരത്തിൻ്റെ പേരൊക്കെ എന്തായാലും പറഞ്ഞു. ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, നൈൽ സിവിലൈസേഷൻ, അതുപോലെ ചൈനീസ് സിവിലൈസേഷൻ, അമേരിക്കൻ സിവിലൈസേഷൻ, അങ്ങനെ നിരവധി എണ്ണമുണ്ട്. അപ്പോൾ അതിലെ എല്ലാം കൂടെ പഠിക്കാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ അതിലൊരെണ്ണം നദീതട സംസ്കാരങ്ങളുടെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിൻ്റെ പ്രാധാന്യമെല്ലാം അറിയാൻ വേണ്ടിയിട്ട് മെസ്സപ്പൊട്ടോമിയ എടുക്കുന്നു. ഇറാഖിലൂടെ ഒഴുകുന്ന 2 പ്രശസ്തങ്ങളായ നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസും. അതിനിടയ്ക്കുള്ള ഫലഭൂയിഷ്ടമായ പ്രദേശത്തുണ്ടായ ആ സംസ്കാരം, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വരുന്ന വഴിക്ക് അവിടുത്തെ ഭാഷയൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു. സുമേറിയനായിരുന്നു ആദ്യത്തെ ഭാഷ. ഗ്രാജുവലി ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ അക്കാഡിയൻ എന്ന് പറഞ്ഞു. അക്കാഡിയൻ ഭാഷ പിന്നീട് ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നു. പിന്നീട് അരാമൈക്ക്, ഒരു ഹീബ്രു ഭാഷയെ പോലെയൊക്കെയുള്ള അരാമൈക്ക് ഭാഷ അവിടെ വരുന്നു. ഈ കണ്ട വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉറവിടങ്ങളിലോട്ടാണ് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ എല്ലാ പാഠങ്ങളിലും സോഴ്സസ് ഉണ്ട്, ഉറവിടങ്ങൾ. അപ്പോൾ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന പാഠം പഠിക്കാൻ നമുക്ക് കുറച്ച് ഉറവിടങ്ങൾ വേണം. ആ ഉറവിടങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. The study of Mesopotamian history is mainly based on archaeological sources. അപ്പോൾ എഴുതപ്പെട്ട സോഴ്സുകളൊന്നും നമ്മൾ ഈ പഠിച്ച ഭാഗത്ത് കഴിഞ്ഞ പാഠത്തിലും ഇല്ല, ഈ പാഠത്തിലില്ല എന്ന് പറയാനൊക്കത്തില്ല. ഈ പാഠത്തിലുണ്ട്, എഴുതപ്പെട്ട സോഴ്സുകളുണ്ട്. നമുക്ക് അവരുടെ കാര്യങ്ങൾ പഠിക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ ആർക്കിയോളജിക്കൽ സോഴ്സസ്, പുരാവസ്തു ശാസ്ത്രപരമായ ഉറവിടങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഭാഗത്ത്. We have many archaeological sources such as hundreds of Mesopotamian buildings. ആയിരക്കണക്കിന് മെസപ്പൊട്ടോമിയയിലെ കെട്ടിടങ്ങൾ, സ്റ്റാച്യൂസ്, ഓർണമെന്റ്സ്, ഗ്രേവ്സ്, പ്രതിമകള്, ആഭരണങ്ങള്, ശവകുടീരങ്ങള്, ടൂൾസ് ആൻഡ് സീൽസ് ഫോർ റീകൺസ്ട്രക്ടിങ് ദ ഹിസ്റ്ററി ഓഫ് മെസപ്പൊട്ടോമിയ. ടൂൾസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഉപകരണങ്ങൾ. സീൽസ് എന്നൊക്കെ നിങ്ങൾ കിട്ടുന്നുണ്ടാവുമോ? സീല് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ കിട്ടുന്നുണ്ടില്ലയോ? അതുപോലെ ഇൻഡസ് വാലി കൾച്ചറിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ സാധനങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരമൊക്കെ നോക്കാൻ ചില സീലുകൾ അവരും ഉപയോഗിച്ചിരുന്നു. പിന്നീട് പഠിക്കാം. ഫോർ റീകൺസ്ട്രക്ടിങ് ദ ഹിസ്റ്ററി ഓഫ് മെസപ്പൊട്ടോമിയ ബിസൈഡ്സ് ദെയർ ആർ തൗസൻഡ്സ് ഓഫ് റിട്ടൺ റെക്കോർഡ്സ്. ഇതിനെല്ലാം പുറമെ ആയിരക്കണക്കിന് റിട്ടൺ റെക്കോർഡ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉറവിടങ്ങൾ. ആർക്കിയോളജിക്കൽ ഉറവിടങ്ങളായിട്ടും റിട്ടൺ ഡോക്യുമെന്റ്സ് ആയിട്ടും 2ആയിട്ട് നമുക്ക് ഉറവിടങ്ങളെ തരംതിരിക്കും. മെസപ്പൊട്ടോമിയ വാസ് ഇമ്പോർട്ടൻറ്റ് ടു യൂറോപ്യൻസ്. യൂറോപ്യന്മാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന്, നമ്മുടെ ഈ ഗൾഫ് മേഖലയിലെ ഈ പ്രദേശം. There are many references about Mesopotamia in the Old Testament, the first part of the Bible. ബൈബിളിന്റെ 1ാം ഭാഗമായിട്ടുള്ള ഓൾഡ് ടെസ്റ്റാമെന്റ്. അപ്പോൾ അതിനകത്തും മെസപ്പൊട്ടോമിയയെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. പഴയ നിയമം, പുതിയ നിയമം, ഇങ്ങനെ 1-2 ഭാഗങ്ങളുണ്ടല്ലോ ബൈബിളിന്. ട്രാവലേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഓഫ് യൂറോപ്പ് ലുക്ക്ഡ് ഓൺ മെസപ്പൊട്ടോമിയ ആസ് ആൻ ആൻസസ്ട്രൽ ലാൻഡ്. യാത്രികരും യൂറോപ്പിലെ പണ്ഡിതരും ഒക്കെ ആൻസസ്ട്രൽ ലാൻഡ്, ഞങ്ങളുടെ പൂർവികരുടെ സ്ഥലമാണ് മെസപ്പൊട്ടോമിയ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അതിന് കാരണം മുമ്പ് നമ്മൾ പറഞ്ഞാണ്, ഓൾഡ് ടെസ്റ്റാമെന്റ് റെഫേഴ്സ് ടു എ ലാൻഡ് കാൾഡ് ഷിമാർ. ഈ പഴയ നിയമത്തിലെ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഷിമാർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ പറ്റി പരാമർശമുണ്ട്. വിച്ച് മീൻസ് സുമർ. നമ്മൾ സുമേറിയ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ലാൻഡ് ഓഫ് ബ്രിക്ക് ബിൽഡ് സിറ്റി. അപ്പോൾ ഇത് കട്ടകൾ കൊണ്ട് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു നഗരത്തിനെ കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ പരാമർശമുണ്ട്.
അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു ബ്രിട്ടനിലെ ഒരു പത്രമാധ്യമ സ്ഥാപനം തന്നെ ആർക്കിയോളജിസ്റ്റുകൾക്ക് ഫണ്ട് കൊടുത്തുവന്ന് എങ്ങനെയെങ്കിലും ആ കഥകൾ പുനരാവിഷ്കരിക്കുന്ന അന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഒരു ഫ്ലഡിന്റെ വളരെ വലിയൊരു പ്രളയത്തിന്റെ സ്റ്റോറി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സ്റ്റോൺ ടാബ് അത് അവിടെ നിന്ന് കണ്ടെടുക്കാനൊക്കെ ആയിട്ട് ഫണ്ടുകൾ കൊടുത്തു വന്നു. അപ്പോൾ അത്രയ്ക്ക് അവർ അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ബൈബിളിൽ ഒരു ഫ്ലഡിന്റെ കാര്യമൊക്കെ പറയാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലോക മൊത്തം ജീവികളെയും ഇല്ലാതാക്കി പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ദൈവം ശ്രമിക്കുന്നത്, നോഹ എന്ന് പറയുന്ന ആൾക്ക് ഒരു പേടകം നിർമ്മിക്കാൻ അവസരം കൊടുക്കുന്നതും അതിനകത്ത് ലോകത്തിലെ എല്ലാ മൃഗാദികളുടെ എല്ലാ ജീവികളുടെയും 2 വീതം അതിനകത്ത് കയറ്റുന്നതും ബാക്കി ലോകം മൊത്തവും വെള്ളത്താൽ മുങ്ങപ്പെട്ട് നശിച്ചു കഴിയുമ്പോൾ നോഹയെയും പേടകത്തിലെയും ജീവികളെല്ലാം മാത്രം രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോറിയുണ്ട്. ഇതിന് തുല്യമായ ചില കഥകളൊക്കെ ഈ നിലനിൽക്കുന്ന സുമേറിയൻ സ്ഥലത്ത് ഇന്ത്യയിലും ഒക്കെ ചില സ്ഥലങ്ങൾ അധർമ്മികളെ നിഗ്രഹിക്കുന്നതൊക്കെ ഇന്ത്യയിലെ പുരാണങ്ങളിലെ സ്ഥിരം കഥകളാണല്ലോ. അടുത്തതായി മെസ്സപ്പൊട്ടോമിയ ആൻഡ് ഇറ്റ്സ് ജിയോഗ്രഫി. മെസ്സപ്പൊട്ടോമിയയും അതിൻ്റെ ഭൂമിശാസ്ത്രവും പരീക്ഷാ സംബന്ധിയായിട്ട് വളരെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ പബ്ലിക് പരീക്ഷയ്ക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് മെസ്സപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്രം. അത് 3-4 വരികളായിട്ട് വളരെ ക്ലാസ്സിലായിരുന്നെങ്കിൽ ബോർഡിൽ പ്രത്യേക രീതിയിൽ മാർക്ക് ചെയ്ത് 3-4 വരികളായിട്ട് മിനിറ്റുകൾ കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിലൂടെ ഇവിടെ വിവരിച്ച് പറയാം. ഇറാഖ് ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സ് എൻവയോൺമെന്റ്സ്. ഇറാഖ് വ്യത്യസ്തങ്ങളായ പരിസ്ഥിതിയുള്ള ഒരു സ്ഥലമാണ്. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ലൈ ഗ്രീൻ പ്ലെയിൻസ്. നോർത്ത് ഈസ്റ്റില് വടക്ക് കിഴക്ക് ഭാഗത്ത് പച്ച സമതലങ്ങളാണ്. ഇറ്റ് ഈസ് ബ്ലസ്ഡ് വിത്ത് ട്രീ കവേർഡ് മൗണ്ടൻ റേഞ്ചസ് വിത്ത് ക്ലിയർ സ്ട്രീംസ് ആൻഡ് വൈൽഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ മരങ്ങൾ നിറഞ്ഞ പർവ്വതങ്ങളും നല്ല അരുവികളും പൂക്കളും ഒക്കെയുള്ള നല്ല സ്ഥലമാണ്. ദർ ഈസ് എനഫ് റെയിൻഫാൾ ടു ഗ്രോ ക്രോപ്സ്. അപ്പോൾ അവിടെ നല്ല മഴയുണ്ട്, എല്ലാവിധ വിളകളും വളരാൻ. അഗ്രികൾച്ചർ ബിഗാൻ ബിറ്റ്വീൻ 7000 and 6000 BC. അവിടെ 7000-6000 BC ഒക്കെ തന്നെ കൃഷി വളർന്നു വന്നിരുന്നു. ഇൻ ദ നോർത്ത് ദർ ഇസ് എ സ്ട്രെച്ച് ഓഫ് അപ്ലാൻഡ് കാൾഡ് സ്റ്റെപ്പി. സ്റ്റെപ്പീസ്, പാമ്പാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേരത്തെയുള്ള പുസ്തകങ്ങളിൽ ഈ പുൽമേടുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. വിശാലമായ പുൽമേടുകളൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോഴും ഉണ്ട്. ദിസ് റീജിയൻ ഈസ് സ്യൂട്ടഡ് ഫോർ ആനിമൽ ഹെഡിങ്. ഇത് കാലി വളർത്തലിന് വളരെ അനുയോജ്യമായ സ്ഥലമാണ്. ദെയർഫോർ പീപ്പിൾ ഗോട്ട് ബെറ്റർ ലിവ്ലിഹുഡ് ഫ്രം ദിസ് റീജിയൻ ദാൻ അഗ്രികൾച്ചർ. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നല്ല ജീവിതമാർഗമൊക്കെ ഈ കന്നുകാലി വളർത്തലിലൂടെ അവർക്ക് ലഭിക്കുന്നു. പാസ്റ്ററലിസം ആണ് അപ്പോൾ അവരുടെ മെയിൻ തൊഴിൽ. ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ടൈഗ്രീസ് ഫ്ലോ ത്രൂ ദ ഈസ്റ്റ്. ഇപ്പൊ കിഴക്കൂടെ എന്താണെന്ന് നോക്കി, ഈ ടൈഗ്രീസിന്റെ പോഷക നദികൾ ഒഴുകുകയാണ്. ദേ പ്രൊവൈഡ് റൂട്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു ദ മൗണ്ടൻസ് ഓഫ് ഇറാൻ. ഇറാന്റെ മലനിരകളിലേക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള നല്ല ഗതാഗത മാർഗങ്ങളായിട്ട് ഈ ടൈഗ്രീസിന്റെ പോഷക നദികൾ ഉപകരിക്കുന്നു. ഇനിയാണ് നമുക്ക് വേണ്ടത്. ദ സൗത്ത് ഈസ് എ ഡെസേർട്ട്. തെക്കൊരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയൂ അത് മോശം, ബാക്കിയെല്ലാം നല്ല സ്ഥലം കേട്ടിട്ട് തെക്ക് വന്നപ്പോൾ വെറും മരുഭൂമി. ദ ഫസ്റ്റ് സിറ്റീസ് ആൻഡ് റൈറ്റിംഗ് എമർജ്ഡ് ഇൻ ദിസ് റീജിയൻ. അവിടെയാണ് നമുക്ക് പഠിക്കേണ്ടത്. നഗരങ്ങൾ ഉണ്ടായത് എവിടാ? അപ്പൊ ആദ്യം പറഞ്ഞ ആ പച്ച പിടിച്ച സ്ഥലത്തല്ല, രണ്ടാമത് പറഞ്ഞ പാസ്റ്ററലിസം നിലനിൽക്കുന്ന സ്ഥലത്തല്ല, ഈ തെക്ക് ഭാഗത്തെ മരുഭൂമികളിലാണ് നഗരങ്ങൾ ഉണ്ടായത്. നോക്കാം. ദ സ്ലിറ്റ് ഓർ ഫൈൻ മഡ് ഡെപ്പോസിറ്റഡ് ബൈ ദ റിവേഴ്സ് യൂഫ്രട്ടസ് ആൻഡ് ടൈഗ്രീസ് മേക്ക് ദിസ് റീജിയൻ ഫെർട്ടൈൽ. സോ ദിസ് ഡെസേർട്ട് കുഡ് സപ്പോർട്ട് സിറ്റീസ്. അപ്പൊ ഈ നദികള് അവര് നല്ല ഫൈൻ മഡ്, ഓരോ തവണ വെള്ളം പൊങ്ങുമ്പോഴും നല്ല ചെളിയുടെ, നല്ല വളക്കൂറുള്ള ചെളിയുടെ ഒരു പുതപ്പും കൊണ്ട് ഈ ഭാഗത്തിനേക്ക് മൂടും. അങ്ങനെ ആ മരുഭൂമി, അധികം മഴയൊന്നും കിട്ടാത്തത്, ഈ വല്ലാത്ത മണലുള്ള ആ സ്ഥലം, അത് നല്ല ഫെർട്ടൈലായ പ്രദേശമായിട്ട് മാറിയെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മരുഭൂമിയിലെ മണ്ണ് അതിനൊക്കെ കൊള്ളാമോ എന്ന്. അപ്പോൾ ഇന്ത്യയിൽ ലോയസ്റ്റ് മണ്ണെന്ന് പറയുന്ന ഒരു സൈസ് മണ്ണ് നമ്മുടെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ ഇന്ദിരാഗാന്ധി കനാലൊക്കെ വന്നതിന് ശേഷം ആ ഭാഗം നല്ല ഫെർട്ടൈലായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മഴയും വെള്ളവും കിട്ടാമെങ്കിൽ മരുഭൂമിയിലെ മണ്ണ് പോലും കൃഷിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പം മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവിടെ ജീവനും വെള്ളമൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ കഥകളിലൊക്കെ ഉള്ള മരുഭൂമികളിലൊക്കെ മരുപ്പച്ചകളും ഒക്കെ ഉണ്ടല്ലോ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള താവളങ്ങളുമൊക്കെ പൗലോ കൊയ്ലോയുടെയൊക്കെ ദ ആൽക്കമിസ്റ്റ് എന്നൊക്കെ പറയുന്ന പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ മരുഭൂമിയിൽ ഇടയ്ക്കിടയ്ക്കുള്ള മരുപ്പച്ചകളെക്കുറിച്ചും അതിലുള്ള ജീവിതങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്തായാലും നമുക്കിന്ന് പരീക്ഷയ്ക്ക് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പറയുന്നത് മെസൊപ്പൊട്ടോമിയൻ ജിയോഗ്രഫി. അപ്പം നോർത്ത് ഈസ്റ്റിലെ പ്ലെയിൻസ് ആൻഡ് മൗണ്ടൻസ് അഗ്രികൾച്ചറിന് പറ്റിയത്, നോർത്തിൽ സ്റ്റെപ്പീസ് ആനിമൽ ഹെർഡിങ് കന്നുകാലി വളർത്തലിന് പറ്റിയ ആണ്, ഈസ്റ്റിൽ ട്രിബ്യൂട്ടറീസ് ഓഫ് ടൈഗ്രീസിന്റെ പോഷക നദികൾ കമ്മ്യൂണിക്കേഷൻസിന് പറ്റിയത്, സൗത്തിൽ ഡെസേർട്ട്, അവിടെ സിറ്റീസ് നഗരങ്ങൾ എല്ലാം വളർന്നു വന്നത് സൗത്തിലാണ്. ഈ നഗരങ്ങളൊക്കെ ആവിർഭവിച്ചതിൻ്റെ കാരണങ്ങൾ, റീസൺസ് ഫോർ ദ എമർജൻസ് ഓഫ് സിറ്റീസ് നമുക്ക് നോക്കാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ് ഇൻ മെസൊപ്പൊട്ടോമിയ വാസ് ഇറ്റ്സ് റൂറൽ പ്രോസ്പിരിറ്റി. ആ ഗ്രാമീണ സമ്പൽ സമൃദ്ധിയാണ് അവിടെ സിറ്റികൾ വളർത്തിയെന്ന്. അഗ്രികൾച്ചർ, ഹെർഡിങ് ആൻഡ് ഫിഷിംഗ് ലെഡ് റൂറൽ ഏരിയാസ് ഓഫ് മെസൊപ്പൊട്ടോമിയ ഇൻ ടു പ്രോസ്പിരിറ്റി. കൃഷിയും കന്നുകാലി വളർത്തലും മത്സ്യബന്ധനവും ഒക്കെ അവിടുത്തെ റൂറൽ ഏരിയയെ നല്ല സമ്പൽ സമൃദ്ധമാക്കി. യൂഫ്രട്ടസ് ടൈഗ്രസ് റിവേഴ്സ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് ദ ഡെസേർട്ട് റീജിയൻസ് ഇൻ ടു കൾട്ടിവേഷൻ. ആ ഡെസേർട്ട് റീജിയൻസിനെ അങ്ങനെ വെറും വരണ്ട മണ്ണായിട്ട് ഒന്നിനും കൊള്ളാത്ത മണ്ണായിട്ട് കിടക്കാതെ നല്ല കൾട്ടിവേഷന് പറ്റുന്ന രീതിയിലാക്കിയെടുത്തത് യൂഫ്രട്ടിസ് ടൈഗ്രീസ് നദികളാണ്. ആ ജിയോഗ്രാഫിക് കണ്ടീഷൻസ് മുകളിൽ കണ്ടില്ലേ, ലിറ്റിൽ റെയിൻഫാൾ, ഹോട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് കിടക്കുന്നതൊക്കെ. ശരി, അപ്പോൾ അവിടെയായിട്ട് ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസിലെ വെള്ളം ചെന്നപ്പോഴാണ് അത് പലപ്പോഴും ഇഷ്ടമായത്. ബിസൈഡ്സ് അഗ്രികൾച്ചർ, ഹെർഡിങ് ആൾസോ അച്ചീവ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. അവിടുത്തെ ചെമ്മരിയാടുകളെല്ലാം അവിടെ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മെസപ്പൊട്ടോമിയൻ ഷീപ്സ് ആൻഡ് ഗോഡ്സ് ദാറ്റ് ഗ്രേസ്ഡ് ഓൺ ദ സ്റ്റെപ്പി. പുൽമേടുകളിൽ ഈ ആടുകളും ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടന്നു. ദ നോർത്ത് ഈസ്റ്റേൺ പ്ലെയിൻസ് ആൻഡ് ദ മൗണ്ടൻ സ്ലോപ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു? മീറ്റ്, മിൽക്ക് ആൻഡ് വൂൾ ഇൻ അബണ്ടൻസ്. ഇഷ്ടം പോലെ മാംസം, പാല്, അതുപോലെ ഊൾ, കമ്പിളി ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഫർദർ ഫിഷ് വാസ് അവൈലബിൾ ഇൻ റിവേഴ്സ്. ഈ നദികളിലൊക്കെ ഇഷ്ടം പോലെ മീനുകൾ. ഡേറ്റ് പാംസ് ഗേവ് ഫ്രൂട്ട് ഇൻ സമ്മർ. ഈന്തപ്പനകൾ പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ലൈൻ ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ കടകളിലൊക്കെ നമുക്ക് ആവശ്യം പോലെ കിട്ടുമില്ലയോ ഈന്തപ്പഴം. The date palms gave fruit in summer. Thus fish and date palms enriched the country. അപ്പോൾ ഈ മത്സ്യവും ഈന്തപ്പനകളിൽ കിട്ടുന്ന ഈന്തപ്പഴവും ഒക്കെ ആ കൺട്രിയെ എൻറിച്ച് ചെയ്തു എന്നുള്ളതാണ്. ദ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ വില്ലേജസ് വാസ് ദ മേജർ റീസൺ ഫോർ ദ റൈസ് ഓഫ് സിറ്റീസ്. ഈ സിറ്റികൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ ഗ്രാമങ്ങളിലെ സർപ്ലസ് പ്രൊഡക്ഷനാണ്, മിച്ചോൽപാദനമാണ്. ദ പീപ്പിൾ ഓഫ് സിറ്റീസ് ഡിഡ് നോട്ട് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ. നഗരങ്ങളിലെ ആൾക്കാർ കൃഷി ചെയ്തിരുന്നില്ല. സോ ദേ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ വില്ലേജസ് ഫോർ ഫുഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡിന് വേണ്ടി വില്ലേജസിനെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഭാഗം ദ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനിസമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഏതാണ്ട് അതേ രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും കയറാം. ദ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനിസം. ദ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനിസം, നഗരജീവിതത്തിൻ്റെ പ്രാധാന്യം. സിറ്റീസ് ആൻഡ് ടൗൺസ് ആർ നോട്ട് ജസ്റ്റ് പ്ലേസസ് വിത്ത് ലാർജ് പോപ്പുലേഷൻസ്. ഈ പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ചുമ്മാ ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ദേ ആർ സെന്റേഴ്സ് ഓഫ് മെനി എക്കണോമിക് ആക്ടിവിറ്റീസ്. ആ നഗരങ്ങളൊക്കെ സെന്റേഴ്സ് ഓഫ് മെനി എക്കണോമിക് ആക്ടിവിറ്റീസ്, ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളാണ്. സിറ്റീസ് എമർജ്ഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് എക്കോണമി. സമ്പദ് വ്യവസ്ഥ വളരുന്നതനുസരിച്ചാണ് സിറ്റിയുടെയും വളർച്ച. എക്കോണമി ഡെവലപ്ഡ് ഇൻ ടു മെനി സ്പിയേഴ്സ് അതർ ദാൻ ഫുഡ് പ്രൊഡക്ഷൻ. സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ ഈ ആഹാരോത്പാദനം എന്ന് പറയുന്ന ഒറ്റ മേഖല നിന്നില്ല, ഒരുപാട് മേഖലകളിലേക്ക് വളർന്നു. ഇറ്റ് ഇൻക്ലൂഡഡ് സ്പിയേഴ്സ് ലൈക്ക് ട്രേഡ്, മാനുഫാക്ചേഴ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ആ സ്പിയേഴ്സ് എന്ന് പറയുമ്പോൾ ആ മേഖലകൾ എന്ന് പറയുമ്പോൾ കച്ചവടം, നിർമ്മാണങ്ങൾ, സേവനങ്ങൾ, ഈ മേഖലകളിലോട്ടെല്ലാം എക്കോണമി അങ്ങ് വളർന്ന് പന്തലിക്കുകയാണ്. ദേ വെയർ നോട്ട് സ്യൂട്ടഡ് ഫോർ വില്ലേജസ്. ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ടൗൺസ്. അപ്പം ഒരു ഗ്രാമീണ രീതിക്ക് പറ്റിയതല്ല ഈ കച്ചവടവും നിർമ്മാണങ്ങളും സേവനങ്ങളും ഒക്കെ. അതൊക്കെ നഗരത്തിന് പറ്റിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നഗരങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. നഗരങ്ങളുടെ ചില ഫീച്ചേഴ്സ്, ചില സവിശേഷതകൾ നോക്കാം. ഒന്നാമത് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് അർബനിസം ഈസ് ഇന്റർ ഡിപ്പെൻഡൻസ്. നഗരവൽക്കരണത്തിന്റെ വലിയ ഒരു സവിശേഷതയാണ് ഇന്റർ ഡിപ്പെൻഡൻസ്, പരസ്പരാശ്രയത്വം. അർബൻ പീപ്പിൾ ഡു നോട്ട് എൻഗേജ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നഗരവാസികൾ
ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ട്രേഡ്, മാനുഫാക്ചേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് സർവീസ് ആർ ദെയർ മേജർ ഒക്കുപ്പേഷൻസ്. അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കച്ചവടം, നിർമ്മാണങ്ങൾ, കരകൗശല സാധനങ്ങളൊക്കെ നിർമ്മിക്കലും ഒക്കെയാണ് അവരുടെ ജോലി. ദ സിറ്റി പീപ്പിൾ ആർ നോട്ട് സെൽഫ് സഫിഷ്യന്റ്. അപ്പോൾ അവർ സ്വയം പര്യാപ്തർ എന്ന് പറയാനൊക്കത്തില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും ആഹാര സാധനങ്ങൾ വേറെ വരണ്ടേ. ദേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഓഫ് അതർ പീപ്പിൾ ലിവിങ് ദ വില്ലേജസ് ഓർ അതർ സിറ്റീസ്. മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരണം മറ്റു സാധനങ്ങൾ, അല്ലെങ്കിൽ വേറെ സിറ്റീസിൽ നിന്ന് വരണം. അപ്പോൾ അവർ സ്വയം പര്യാപ്തരായിരുന്നില്ല. ദെയർ ഈസ് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സിറ്റി പീപ്പിൾ ആൻഡ് പീപ്പിൾ ഓഫ് അതർ സിറ്റീസ്. അടുത്ത സവിശേഷതയാണ് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ. ആദ്യത്തെ ഇന്റർഡിപ്പെൻഡൻസ് ആണ്. ഇത് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ, പരസ്പര പ്രവർത്തനമാണ്. ഈ സിറ്റികളും തമ്മിൽ, അല്ലെങ്കിൽ സിറ്റികളും വില്ലേജുകളും തമ്മിൽ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ആയിരുന്നു. The carver of stone has to depend upon others in order to get bronze tools and raw materials. അപ്പൊ ഈ കല്ലിലൊക്കെ കൊത്തുപണി നടത്തുന്ന ഒരാൾക്കാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് ബ്രോൺസ് ടൂൾസ്. ബ്രോൺസ് ആദ്യം കോപ്പർ ആയിരുന്നു കണ്ടുപിടിച്ച ലോകം, ഫസ്റ്റ് ഇൻവെന്റഡ് മെറ്റൽ. അതിന്റെ കൂടെ ടിന്നും ലെഡും എന്നൊക്കെ ചേർത്ത് ബ്രോൺസ്, വെങ്കലം ഉണ്ടാക്കി. അപ്പൊ ഈ വെങ്കലം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുള്ള ആയുധങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചേ പറ്റൂ. അറ്റ് ദ സെയിം ടൈം ദ ബ്രോൺസ് ടൂൾ മേക്കർ. അപ്പൊ ബ്രോൺസ് ടൂൾ മേക്കർ ഒരു സ്വയം പര്യാപ്തക്കാരനല്ല. ബ്രോൺസ് ടൂൾ മേക്കർ നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് ദ അതേഴ്സ് ടു ഗെറ്റ് റാ മെറ്റീരിയൽസ് ആൻഡ് ടു സെൽ ഹിസ് ഓൺ പ്രൊഡക്ട്സ്. അപ്പോൾ ബ്രോൺസ് ടൂൾ നിർമ്മാതാവിന് അസംസ്കൃത സാധനങ്ങൾക്ക് വേണ്ടിയും അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടിയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇനി അടുത്തൊരു സവിശേഷത ഡിവിഷൻ ഓഫ് ലേബർ. തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു നഗരത്തിൽ. ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മാർക്ക് ഓഫ് അർബൻ ലൈഫ്. നഗര ജീവിതത്തിന്റെ വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. പീപ്പിൾ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ സർട്ടൻ വർക്ക്സ്. കുറേ ജോലികളിൽ നൈപുണ്യമുള്ളവരാണ്, സ്പെഷ്യലൈസ് ചെയ്തവരാണ്, വൈദഗ്ധ്യം തെളിയിച്ചവരാണ് നഗരവാസികൾ. അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് അർബനിസം ഈ സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇന്റർഡിപ്പെൻഡൻസ് പറഞ്ഞു, പിന്നീട് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ പറഞ്ഞു, ഡിവിഷൻ ഓഫ് ലേബറും കഴിഞ്ഞ് നാലാമത് പറയുകയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഇതെല്ലാം കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഒരു സാമൂഹിക സംഘടന വേണമെന്ന്. സിറ്റീസ് ക്യാനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എ പവർഫുൾ സോഷ്യൽ ഓർഗനൈസേഷൻ. ശക്തമായ ഒരു സാമൂഹ്യ സംഘടന ഇല്ലാതെ ഒരു നഗരത്തിന് നിൽക്കാൻ കഴിയത്തില്ല. ഫ്യൂവൽ, മെറ്റൽ, വേരിയസ് സ്റ്റോൺസ്, വുഡ് എക്സെട്ര വിച്ച് ദ സിറ്റി മാനുഫാക്ചേഴ്സ് റിക്വയർ കം ഫ്രം മെനി ഡിഫറെന്റ് പ്ലേസസ്. അപ്പോൾ ഫ്യൂവൽസ്, അപ്പോൾ ഇന്ധനങ്ങൾ, മെറ്റൽ, ലോഹങ്ങൾ, വേരിയസ് സ്റ്റോൺസ്, വിവിധങ്ങളായ കല്ലുകൾ, തടി, ഇതെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സാമൂഹ്യ സംഘടന അവിടെ നിലനിന്നിരുന്നേ പറ്റൂ. അർബൻ എക്കോണമീസ് ഓഫൻ റിക്വേഴ്സ് ദ കീപ്പിംഗ് ഓഫ് റിട്ടേൺ റെക്കോർഡ്സ്. അർബൻ എക്കോണമിയിൽ പലപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എടുത്തതിൻ്റെ എല്ലാം റെക്കോർഡുകൾ സൂക്ഷിച്ചേ മതിയാവും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ്പ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. അത് വളരെ നിർബന്ധമാണ്. ഈ സാധനങ്ങൾ വന്നതിൻ്റെ കണക്കുകളും അതിൻ്റെ ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളും സൂക്ഷിക്കണം. കണ്ടോ, നഗരജീവിതത്തിന് നമ്മൾ പറഞ്ഞു വന്ന് എന്തോത്തി കയറി? റൈറ്റിംഗ് കയറി. റൈറ്റിംഗ് എസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത്. ഈ കണക്കുകളും ഇടപാടുകളെ പറ്റിയുള്ള വിവരങ്ങളും സൂക്ഷിക്കണമെങ്കിൽ. ഇവയൊക്കെയാണ് നഗരജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നഗരവൽക്കരണത്തിലെ പ്രധാന സവിശേഷതകളും അതിൻ്റെ പ്രാധാന്യവും. നമ്മൾ പറഞ്ഞത് ഇന്റർഡിപ്പെൻഡൻസ് ആയിരുന്നു, പരസ്പര ആശ്രയത്വം. പരസ്പര ആശ്രയത്വം കഴിഞ്ഞിട്ട് പരസ്പര പ്രവർത്തനങ്ങൾ, അതും പറഞ്ഞു. പരസ്പര പ്രവർത്തനങ്ങൾ രണ്ടും ഏതാണ്ട് ഒരുപോലാണ്. പിന്നീട് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനത്തിനെ പറ്റി. പിന്നീട് സോഷ്യൽ ഓർഗനൈസേഷൻ, നല്ലൊരു സാമൂഹ്യ സംഘടന ഉണ്ടെങ്കിൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കഴിയുമെന്ന്. അവസാനമായിട്ട് റൈറ്റിംഗ്, അതിനി നമ്മൾ വളരെ എലാബറേറ്റ് ആയിട്ട് പഠിക്കും. നിങ്ങൾ കേട്ടിട്ടായിരിക്കും ചില ലിപികളൊക്കെ പണ്ട് കാലത്തെയൊക്കെ, ക്യൂണിഫോം എന്നും ഹൈറോഗ്ലിഫിക്സ് എന്നും ഒക്കെ. ഇന്ത്യയിലെ ആണെങ്കിൽ സൈന്ധവ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സിന്ധു നദിയുടെ കാലത്തെ, അതിലെ ക്യൂണിഫോം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ കാലഘട്ടം ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലെ സംസ്കാരമാണ് മോളിൽ കാണുന്നുണ്ടല്ലോ ABCD എന്നൊക്കെ വെഡ്ജ് ഷേപ്പ്ഡായിട്ടുള്ള, നെയിൽ ഷേപ്പ്ഡായിട്ടുള്ള ക്യൂണിഫോം ലിപിക്ക് അവർ കണ്ടെത്തിയിരിക്കുന്ന അക്ഷരങ്ങൾ. വലിയ പഠനങ്ങളിലൂടെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രോൺസ് സിവിലൈസേഷൻ ആകുമ്പോഴേ എങ്ങനെയാണ് അവിടെ ബ്രോൺസ് കിട്ടിയിരുന്നില്ല നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഇവർ കോപ്പർ ഇറക്കുമതി ചെയ്ത് അതിൻ്റെ കൂടെ ടിന്നൂടെ ചേർത്ത് ബ്രോൺസ് ഉണ്ടാക്കി. അപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻസ് ഒരുപാട് ബ്രോൺസ് നിർമ്മിച്ച് അതുപയോഗിച്ച് തന്നെയാണ് ആയുധങ്ങളായിട്ടും ഉപകരണങ്ങളായിട്ടും അതുപയോഗിച്ച് തന്നെയാണ് ഈ കണ്ട പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തി വന്നത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ തന്നെയായിരുന്നു. അപ്പോൾ അത് ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
മെസ്സപ്പൊട്ടോമിയ ആൻഡ് ഇറ്റ്സ് ജിയോഗ്രഫിയാണ്. മെസ്സപ്പൊട്ടോമിയൻ ജിയോഗ്രഫി അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കുക. ശരി, അടുത്ത ക്ലാസ്സിൽ.